പൂന്തോട്ടം SUT ഹോസ്പിറ്റലിൽ കൺസൾട്ടൻറ്റ് ഗൈനക് ഓൺകോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. നമുക്കിന്നിവിടെ ക്യാൻസറിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് നോക്കാം. നമ്മളെല്ലാവരും പേടിക്കുന്ന ഒരു അസുഖമാണ് ക്യാൻസർ. മിക്കവാറും എല്ലാവർക്കും തന്നെ വളരെ അഡ്വാൻസ് സ്റ്റേജിലാണ് ക്യാൻസർ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാതെ വരാതിരിക്കുകയാണ് പലപ്പോഴും വരുന്നത്. പക്ഷേ നമ്മളെല്ലാം അറിയേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമുക്ക് നല്ലൊരു ശതമാനം ക്യാൻസറിന് നമുക്ക് വരാതിരിക്കാനുള്ള സ്റ്റെപ്പുകൾ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. മാത്രമല്ല, നേരത്തെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻസറിനെ നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാനും പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ ക്യാൻസർ വരാതിരിക്കാൻ നമുക്ക് നോക്കാം. ആദ്യമായുള്ളത് നമ്മുടെ ശരിയായ ഭക്ഷണ രീതിയാണ്. നമുക്കെല്ലാം അറിയാം, ഇന്നത്തെ കാലത്ത് നമ്മൾ അധികവും ജങ്ക് ഫുഡുകൾ കഴിക്കുന്ന ഒരു പ്രവണത കൂടുതലായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ജങ്ക് ഫുഡിൽ കൂടുതലായിട്ടും ഷുഗറും സോൾട്ടും എല്ലാം ഉണ്ട്. അപ്പോൾ അത് കഴിക്കുന്നതിലൂടെ അമിതവണ്ണവും അങ്ങനെ മറ്റു പ്രശ്നങ്ങളുടെ ഒപ്പം ക്യാൻസർ വരാനുള്ള റിസ്ക്കും വളരെയധികം കൂടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ്, അതായത് നമ്മുടെ ഹോൾ ഗ്രെയിൻസ് എന്ന് പറയും, തവിടുള്ള ധാന്യങ്ങൾ, പിന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ചെറിയ മത്സ്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്നിവ ധാരാളമായി കഴിക്കുക. അതിലൂടെ നമുക്ക് ക്യാൻസർ വരുന്ന റിസ്ക് വളരെയധികം കുറയ്ക്കാൻ കഴിയുന്നതാണ്. പിന്നെയുള്ളതാണ് നമ്മുടെ എക്സസൈസ്, വ്യായാമം. നമുക്ക് ഇന്ന് മിക്കവാറും നമ്മുടെ ജോലിയെല്ലാം ഇരുന്നുള്ള ജോലിയാണ്. കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിലും പണ്ടത്തെ പോലെ കളിയെല്ലാം കുറഞ്ഞ് കൂടുതലും നമ്മുടെ മൊബൈലിലും ലാപ്ടോപ്പിലും എല്ലാം ഉള്ള കളികൾ, അതൊക്കെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ദോഷം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വണ്ണം വളരെയധികം കൂടുകയും അപ്പം ഷുഗറും പ്രഷറും വരാനുള്ള റിസ്ക് കൂടുന്നു. അതിനൊപ്പം തന്നെ ശരീരത്തിലെ ഹോർമോൺസിൻ്റെ ബാലൻസ് തെറ്റുന്നു, ഇൻസുലിൻ്റെ ലെവൽ കൂടുന്നു, ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ്, നമ്മുടെ ക്യാൻസർ വരാനുള്ള ഒരു ഘടകമാണ്, അതിൻ്റെ ലെവൽ വളരെയധികം കൂടുന്നു. അപ്പം ഇതെല്ലാം കൊണ്ട് തന്നെ ക്യാൻസർ വരാനുള്ള റിസ്ക്കും കൂടുന്നു. അപ്പോൾ നമുക്ക് ഡെയിലി കുറച്ച് എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് വണ്ണം കുറയ്ക്കുകയും ക്യാൻസർ വരാനുള്ള റിസ്ക് കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കെല്ലാം അറിയാവുന്ന കാരണങ്ങളാണ് സ്മോക്കിങ്ങും പുകവലിയും പിന്നെ അമിതമായ മദ്യപാനവും. അപ്പോൾ ഇത് രണ്ടും വളരെയധികം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ് വരാനുള്ള കാരണമാവുന്നുണ്ട്. വായിലെ ക്യാൻസർ, ആമാശയത്തിലെ ക്യാൻസർ, ലിവറിലെ ക്യാൻസർ, പാൻക്രിയാറ്റിക് ക്യാൻസർ, കുടലിലെ ക്യാൻസർ, അങ്ങനെ പലതരം ക്യാൻസറും നമ്മുടെ സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോളിസം കാരണമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് കുറയ്ക്കുന്നതിലൂടെയും അല്ലെങ്കിൽ നിർത്തുന്നതിലൂടെയും നമുക്ക് ഈ ക്യാൻസേഴ്സ് എല്ലാം വരാനുള്ള റിസ്കുകൾ വളരെയധികം കുറയ്ക്കാവുന്നതാണ്. പിന്നെ നമുക്ക് നമ്മുടെ സൂര്യരശ്മികളിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് റേഡിയേഷൻ കാരണം ഉണ്ടാകാവുന്ന സ്കിൻ ക്യാൻസറാണ്. നമുക്ക് ഉച്ചനേരത്ത് ഒരു 10 മണിക്ക് ശേഷവും വൈകുന്നേരം 4 മണിക്ക് മുമ്പും നമുക്ക് അമിതമായ സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അൾട്രാ വയലറ്റ് റേഡിയേഷൻ കാരണം സ്കിൻ ക്യാൻസർ ഉണ്ടാകാനുള്ള റിസ്ക് കൂടുന്നു. അപ്പോൾ ഈ സമയത്ത് അധികം പുറത്തിറങ്ങേണ്ട വരികയാണെന്നുണ്ടെങ്കിൽ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്, അതായത് നമ്മുടെ ഫുൾ സ്ലീവ് ഉള്ള ഡ്രസ്സുകൾ, പിന്നെ സൺസ്ക്രീൻ എല്ലാം ഉപയോഗിക്കുക. അപ്പോൾ ഇതുമൂലം നമുക്ക് അൾട്രാ വയലറ്റ് റേഡിയേഷൻ കാരണമുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാവുന്നതാണ്. പിന്നെയുള്ളത് നമുക്ക് അൺഹെൽത്തി സെക്ഷൽ പ്രാക്ടീസാണ്. അത് ലൈംഗിക ബന്ധത്തിലുള്ള പ്രശ്നങ്ങൾ, നേരത്തെയുള്ള ലൈംഗിക ബന്ധം, പിന്നെ അത് നേരത്തെയുള്ള മാരേജ് ആണെങ്കിൽ മതി, പിന്നെ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, ഒന്നിലധികം വ്യക്തികളുമായിട്ടുള്ള ലൈംഗിക ബന്ധം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ, നമുക്ക് ചില വൈറൽ ഇൻഫെക്ഷൻ, നമ്മുടെ ഹെപ്പറ്റൈറ്റിസ്, HPV എന്ന് പറയുന്ന പലതരം വൈറൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് വൈറസിൻ്റെ ഇൻഫെക്ഷൻ മൂലം നമുക്ക് ലിവർ ക്യാൻസർ, HPV വൈറസിൻ്റെ ഇൻഫെക്ഷൻ മൂലം സെർവൈക്കൽ ക്യാൻസർ, അങ്ങനെ പലതരം ക്യാൻസേഴ്സും ഈ ഒരു അൺഹെൽത്തി സെക്ഷൽ പ്രാക്ടീസ് വഴിയും വരാം. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ക്യാൻസർ വരാതിരിക്കാൻ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമുക്ക് വാക്സിനേഷൻ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഹെപ്പറ്റൈറ്റിസ് വൈറസ് കാരണമാണ് ലിവർ ക്യാൻസർ ഉണ്ടാകാനുള്ള ഒരു സാധ്യത. അപ്പം ഈ ഹെപ്പറ്റൈറ്റിസ് വൈറസിനെതിരായിട്ടുള്ള വാക്സിൻ, പിന്നെ സർവൈക്കൽ ക്യാൻസർ ഉണ്ടാകുന്ന HPV വൈറസിനെതിരായിട്ടുള്ള വാക്സിനും ഇന്ന് നമുക്ക് ലഭ്യമാണ്. അപ്പം ഈ വാക്സിൻസ് ഒക്കെ എടുക്കുന്നതിലൂടെ ഇത്തരം ക്യാൻസേഴ്സ് വരാനുള്ള സാധ്യതയും കുറയുന്നുണ്ട്. പിന്നെ നമുക്ക് ക്യാൻസർ വരാനുള്ള പ്രൊട്ടക്ഷൻ ആയിട്ടുള്ളത് ഒന്നാണ് പ്രഗ്നൻസിയും പിന്നെ ബ്രസ്റ്റ് ഫീഡിങ്, കുഞ്ഞിന് മുലയൂട്ടുന്നതും. അപ്പം ഒന്നിൽ കൂടുതലോ കുട്ടികളുണ്ടാവുക, ആ കുഞ്ഞുങ്ങൾക്ക് 2 വയസ്സിന് മുകളിലോ പാല് കൊടുക്കുക, ഇതെല്ലാം ക്യാൻസർ വരാനുള്ള റിസ്കുകൾ നന്നായിട്ട് കുറയ്ക്കുന്നുണ്ട്.
അപ്പം ഇതെല്ലാം ഞാൻ പറഞ്ഞതെല്ലാമാണ് നമുക്ക് ക്യാൻസർ വരാതിരിക്കാൻ, നമുക്ക് പ്രതിരോധിക്കാൻ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. പിന്നെ നമുക്കുള്ളതാണ് നേരത്തെ കണ്ടുപിടിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ക്യാൻസർ നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റുന്ന, മറ്റ് എന്ത് അസുഖം പോലെയും കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് ക്യാൻസറും. അപ്പം അത് നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് ചെയ്യാവുന്നതാണ് സ്ക്രീനിങ് ടെസ്റ്റുകൾ. അപ്പം എല്ലാതരം ക്യാൻസറിനും സ്ക്രീനിങ് അവൈലബിൾ അല്ല. പക്ഷേ നമുക്ക് ചില നമുക്ക് കൂടുതലായിട്ടും കണ്ടിട്ടുള്ള സ്ത്രീകളിലെ ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ, സെർവൈക്കൽ ക്യാൻസർ എന്നിവ. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് സ്ക്രീനിങ് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിനുള്ള സ്ക്രീനിങ് ആണ് മാമോഗ്രാം. അപ്പോൾ 40 വയസ്സ് കഴിഞ്ഞുള്ള സ്ത്രീകൾ വർഷത്തിലൊരിക്കലോ അല്ലാന്നുണ്ടെങ്കിൽ 2 വർഷത്തിലൊരിക്കലോ മാമോഗ്രാം ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിലെന്തെങ്കിലും സംശയമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫർദർ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അസുഖമുണ്ടോ എന്നുള്ളത് നോക്കാവുന്നതാണ്. പിന്നെ നമുക്കുള്ളതാണ് സെർവൈക്കൽ ക്യാൻസറിനെതിരായിട്ടുള്ള പാപ്സ്മിയർ സ്ക്രീനിങ്. ഇന്നത്തെ കാലത്ത് പാപ്സ്മിയർ കൂടാതെ HPV സ്ക്രീനിങ്, HPV വൈറസിൻ്റെ സ്ക്രീനിങ്ങും ലഭ്യമാണ്. പാപ്സ്മിയർ സ്ക്രീനിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 വർഷം കൂടുന്തോറും, HPV ടെസ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 5 വർഷം കൂടുന്തോറുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെർവൈക്കൽ ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള സ്റ്റേജിലോ ഇല്ലാന്നുണ്ടെങ്കിൽ ഏർലി സ്റ്റേജിലോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ സ്റ്റേജുകളിൽ നമുക്ക് കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ 100% നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി.